എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എന്ന ജോലിയുടെ പ്രമോഷൻ സാധ്യതകളെയും അതിൻ്റെ സാലറിയെയും കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് PSCക്ക് വിട്ടതിന് ശേഷം നടക്കാൻ പോകുന്ന 4ാമത്തെ പരീക്ഷയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 2026 ഡിഗ്രി പ്രിലിംസിന് നമ്മളതിൻ്റെ പ്രിലിമിനറി എഴുതി കഴിഞ്ഞവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനറൽ PSCയിലെ ഏറ്റവും ഗ്ലാമർ പോസ്റ്റുകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനോട് അതേ സാലറി സ്കെയിലും അതേ കാറ്റഗറിയിലുമുള്ള പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഇപ്പോൾ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് 2 പരീക്ഷകളാണുള്ളത്. പ്രിലിമിനറിയും മെയിൻസും. ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ എളുപ്പത്തിൽ OMR രീതിയിൽ പരീക്ഷ എഴുതി ജോലി പ്രവേശിക്കാൻ ഡിഗ്രി ലെവൽ യോഗ്യതയുള്ളവർക്ക് നല്ലൊരു പോസ്റ്റിൽ, നല്ലൊരു സാലറി സ്കെയിൽ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പോൾ ഡിഗ്രി യോഗ്യത മാത്രം മതി നമുക്ക് എളുപ്പത്തിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നല്ലൊരു സാലറി സ്കെയിലിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾക്ക് എത്തിച്ചേരാനായി സാധിക്കും. സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 39,300 മുതൽ 83,000 വരെ എന്നുള്ള നമ്മുടെ ജനറൽ കാറ്റഗറിയിലെ ഹെഡ് ക്ലർക്കിൻ്റെ സാലറി സ്കെയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി സ്കെയിൽ. അതുമാത്രമല്ല, ഇതിനുള്ള പ്രത്യേകത ഏറ്റവും അധികം പ്രമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. കേരളത്തിലെ 19ഓളം സർവകലാശാലകളിലേക്കായിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ നമുക്ക് ഏത് സർവകലാശാലയിലാണെങ്കിൽ പോലും എളുപ്പത്തിൽ പ്രമോഷൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാലറി സ്കെയിലും പെട്ടെന്ന് തന്നെ വ്യത്യാസപ്പെടാനും പ്രൊമോഷൻ അനുസരിച്ച് സാലറി സ്കെയിലിൽ വ്യത്യാസം വരുമെന്ന് നമുക്കറിയാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ലൊരു സാലറി സ്കെയിലിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഇപ്പോൾ ഡിഗ്രി പ്രിലിമിനറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ നല്ലൊരു സാലറി സ്കെയിലുള്ള പരീക്ഷയ്ക്കായിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. 39,300 അടിസ്ഥാന ശമ്പളത്തിൽ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് നമുക്കിപ്പോൾ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, കേരള സർക്കാർ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 35% DA ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 39,300ൻ്റെ 35% DAയും കൂടി ചേർത്ത സാലറിയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുക. പ്ലസ് നമ്മളുടെ ജോലി സ്ഥലത്തിനനുസരിച്ച് HRA ഹൗസ് റെൻ്റ് അലവൻസ്, സാധാരണ പഞ്ചായത്ത് മുനിസിപ്പൽ കാറ്റഗറിയിലുള്ളവർക്ക് 4%, മറ്റ് കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് 10% HRA കൂടി നമുക്ക് ലഭിക്കും. 39,300 രൂപ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം 35% DA എന്ന് പറയുമ്പോൾ 13,755 രൂപയും കൂടി അതിനോടുകൂടി ചേരും. പ്ലസ് HRA ഹൗസ് റെൻ്റ് അലവൻസ് 10% ആണെങ്കിൽ 3,930 രൂപ. അത് മറ്റുള്ള നമ്മളുടെ ജോലി സ്ഥലങ്ങളനുസരിച്ച് വ്യത്യാസപ്പെടും. ഇതെല്ലാം കൂടി നമുക്ക് 56,000 രൂപയോളം നമ്മുടെ കയ്യിലേക്ക് വരും. പിന്നെ NPS ഡിഡക്ഷൻസ് കഴിഞ്ഞാൽ പോലും ഒരു 45,000 രൂപ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു ഗവൺമെൻറ് ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിച്ച് പഠിക്കാനായി ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിലവിൽ ഉള്ള PSC ലിസ്റ്റിന് ഉള്ള കാലാവധി 2027 മാർച്ച് വരെയാണ്. അതിൽ ഇപ്പോൾ നിലവിൽ തന്നെ 350ഓളം വേക്കൻസികൾ പോസ്റ്റ് അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. ഇനി 1 വർഷത്തോളമുണ്ട്. അപ്പോൾ നല്ലവണ്ണം വീണ്ടും അഡ്വൈസുകൾ പോകും. അപ്പോൾ മിനിമം ഒരു 500-600 വേക്കൻസി അഡ്വൈസുകൾ ഉറപ്പായും ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ പോകും.
ഇത്രയും ഡിഗ്രി ലെവലിൽ ഇത്രയധികം വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് അഡ്വൈസുകൾ പോകുന്ന സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഇതിന് പകുതി നിയമനങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സാലറിയിൽ നമുക്ക് ജോലി ലഭിക്കാനുള്ള ഏറ്റവും നല്ലൊരു പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ്. അത് വളരെയധികം കൂടുതലാണ്. അസിസ്റ്റൻറ്റ് കേഡറിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ്, സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെക്ഷൻ ഓഫീസർ, ഗസറ്റഡ് പോസ്റ്റായ സെക്ഷൻ ഓഫീസറിലേക്ക് കടക്കും. അതിനുശേഷം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അങ്ങനെ അത്രയും വരെ നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ വളരെയധികം കൂടുതലുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അതിനാൽ തന്നെ ഇത്രയും നല്ലൊരു സാലറിയിലും ഇത്രയും നല്ലൊരു പ്രൊമോഷൻ സാധ്യതകളും ഉള്ള ഒരു പരീക്ഷ. അതുമാത്രമല്ല ഇതിൻ്റെ ജോലി ആണെങ്കിൽ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യാനും നമുക്ക് വളരെയധികം സാധിക്കും. യാതൊരുവിധ സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനായി കൃത്യമായിട്ട് പരിശ്രമിക്കുക. സിലബസ് വൈസ് പഠിക്കുക. സാധ്യതകളും ജോലി സാധ്യതയും മറ്റും വിലയിരുത്തി തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസോടു കൂടി തന്നെ ഈ പരീക്ഷയെ എല്ലാവരും സമീപിക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ ജോലി ലഭിക്കാനായിട്ട് എല്ലാവരും നല്ല സീരിയസ് ആയി തന്നെ ഈ പരീക്ഷയ്ക്കായി പരിശ്രമിക്കുക. സിലബസ് വൈസ് പ്ലസ് SCERT ബുക്സൊക്കെ കൃത്യമായി പഠിച്ച് നല്ല രീതിയിൽ അതിനായി പ്രിപ്പയർ ചെയ്ത് എളുപ്പത്തിൽ, അതായത് ഒരു OMR പരീക്ഷയിലൂടെ തന്നെ നല്ലൊരു ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ OMR പരീക്ഷയിലൂടെ നല്ലൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു സാലറി സ്കെയിലുള്ള ജോലിയിലേക്ക്, അല്ലെങ്കിൽ നല്ലൊരു പ്രൊമോഷൻ സാധ്യതയുള്ള ജോലിയിലേക്ക്, ഇത് എല്ലാം കൂടി ചേർന്നതാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ആ ഒരു ജോലിയിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് എത്താനായി സാധിക്കും. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ അതിനായി പരിശ്രമിക്കുന്നവർക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എത്തി നല്ലൊരു ജോയിൻറ്റ് രജിസ്ട്രാർ എന്നുള്ളൊരു തസ്തികയിലേക്ക് വരെ പ്രൊമോഷൻ സാധ്യതയുള്ള ഈ ജോലിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താനായി സാധിക്കട്ടെ. അതിനായി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.